ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളുടെ ഇന്നത്തെ ചിന്താവിഷയം. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റൊന്നുമില്ല, ഇറാൻ അമേരിക്കൻ വാർ പശ്ചാത്തലത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് നമ്മൾ കേൾക്കുന്നത്, വിഷയമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഇറാൻ അമേരിക്കൻ വാർ തുടങ്ങി ഇറാൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഗൾഫിലെ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസസിന് നേരെ ഉണ്ടായി തുടങ്ങിയതിന് ശേഷം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു എന്താണ് പറയുക, ഈ ഡിസ്കഷനാണ് അമേരിക്ക ഈ ഗൾഫിലെ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ പറയുന്നത് ഗൾഫിലെ, കാരണം ഗൾഫ് മിഡിൽ ഈസ്റ്റും ഒന്നല്ല. ഗൾഫ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ UAE, ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, സൗദി ഇതുപോലുള്ള രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ GCC-ക്കകത്തിൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഈ അമേരിക്കയുടെ ബേസസ് ഉണ്ട് പ്രധാനപ്പെട്ട. ഇപ്പം ബഹ്റിനിൽ 5th ഫ്ലീറ്റിൻ്റെ ഹെഡ് ക്വാർട്ടറാണ് പിന്നെ അമേരിക്കൻ നേവിയുടെ. ഖത്തറിലെ സെൻകോമിൻ്റെ, അവരുടെ സെൻട്രൽ കമാൻഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ വലിയൊരു മിലിറ്ററി കമാൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഖത്തറിലൊക്കെ ഈ പറഞ്ഞ സെൻകോമിൻ്റെ ഹെഡ് ക്വാർട്ടർ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക, ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിനല്ല, ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ആ ഒരു പിന്നെ ജിയോഗ്രഫിക്ക് ഉള്ള ഇമ്പോർട്ടൻസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ UAE-യിലും സൗദിയിലും ഒക്കെ തന്നെ, കുവൈറ്റിലും, ഈവൻ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ, പിന്നെ മറ്റ് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും, ഇപ്പോൾ ജോർദനായാലും ഈജിപ്റ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കൻ ബേസസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മൾ പറയുന്നത് അമേരിക്ക ഗൾഫിൽ നിന്നും അവരുടെ മിലിറ്ററി ബേസ് ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ നിന്നൊരു മാറ്റുവോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അമേരിക്കയുടെ ബേസുകൾ ഗൾഫിലുള്ള, ഗൾഫ് നമ്മളിപ്പോൾ അത് രാജ്യങ്ങളായി മാത്രമാണ്, മിഡിൽ ഈസ്റ്റിലെ കാര്യമില്ല. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളപ്പുറത്ത് ഇറാനും ഇറാഖും സിറിയയും ലിബിയ, ലെബനൻ, ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റിലുള്ളതാണ്. ജോർദൻ, ഈജിപ്റ്റ് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റിലുള്ളതാണ്. ഈജിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക, കാരണം ഈജിപ്റ്റ് ബേസിക്കലി ആഫ്രിക്കൻ കോണ്ടിനെൻ്റുള്ള രാജ്യമാണല്ലോ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ബേസുകളെ കാര്യമില്ല, മിഡിൽ ഈസ്റ്റിലുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ബേസുകൾ ഒരുപക്ഷെ അവിടെ നിന്ന് മാറ്റി അമേരിക്ക മറ്റേതെങ്കിലും ഭാഗത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കൂലങ്കഷമായിട്ടുള്ള ചർച്ചകൾ അമേരിക്കയുടെ പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്ത് തന്നെ, അല്ലെങ്കിൽ അവരുടെ എന്താണെന്ന് പറയുന്നത്, നമ്മൾ പറയത്തില്ലേ, അമേരിക്കയുടെ ഭരണകൂടത്തിനകത്ത് തന്നെ വളരെ ശക്തമായിട്ട് ഇപ്പോൾ ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പോലും, എന്നുവെച്ചാൽ ട്രംപ് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം പോലും ഇത് കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ബേസുകൾ ഗൾഫിൽ നിന്നും പിന്നെ മാറ്റി സ്ഥാപിക്കണോ വേണ്ട എന്നുള്ളത്. കാരണം ഇറാൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിട്ട് കഴിഞ്ഞു. ഇനിയും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മിലിറ്ററി ബേസുകൾ തന്നെ ആയിരിക്കും ഇറാൻ ശക്തമായിട്ട് ആക്രമിക്കാൻ പോകുന്നതും. ഇറാനെ സംബന്ധിച്ച് അവരുടെ മിലിറ്ററി പിന്നെ മിസൈൽ, ഡ്രോൺ സ്റ്റോക്സ് ഒന്നും പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അത് വീണ്ടും പഴയ ആ ഒരു പ്രൊഡക്ഷൻ ഒരു സ്റ്റേജിലേക്ക് അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ചൈനയെ പോലെ തന്നെ മാസീവായിട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് യുദ്ധം ഉണ്ടായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു ഡിപ്ലീഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഉണ്ടാകുന്ന ഇപ്പോൾ കഴിഞ്ഞതുപോലുള്ള ഒരു ലാർജ് സ്കെയിലിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കണ്ടതിനേക്കാളും കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ മിലിറ്ററി ബേസുകൾക്കെതിരെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറാൻ കൂടുതൽ ആക്രമണം ഈ വളരെ എന്താണ് പറയുന്നത്, അതിനെ ഒന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത എല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞൊരു തീരുമാനം, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു എന്താണ് പറയുന്നത് ചർച്ച, അമേരിക്ക സെക്യൂരിറ്റി, ഡിഫൻസ്, അല്ലെങ്കിൽ അവരുടെ ഈ സ്റ്റേറ്റ് എന്നുവെച്ചാൽ ഭരണകൂടത്തിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം വൈറ്റ് ഹൗസ് അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്, നേരത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് അതിപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ എന്നാണ്, അവരതിനെ പേര് മാറ്റില്ല കഴിഞ്ഞ കുറേ കാലത്തിന് മുമ്പ് നടന്നത്. അപ്പോൾ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടം ഇതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ആക്റ്റീവായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ US-ഇസ്രായേൽ വാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കെടുതികൾ, ഇറാൻ്റെ ഭാഗത്തുനിന്നും നേരിട്ടിട്ടുള്ള ഈ ആക്രമണങ്ങളുടെ പിന്നെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺസിക്വൻസ്, അത് പെൻറ്റഗൺ ഉൾപ്പെടെ അവർ ഈ പറഞ്ഞ ഇനിയും ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ
ഇറാനുമായിട്ട്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് പൂർണ്ണമായിട്ട് നമുക്ക് തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും ഓൺ അഗെയിൻ ഓഫ് അഗെയിൻ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് അതിനൊരു സെറ്റിൽമെൻറ്റോ അല്ലെങ്കിൽ സൊല്യൂഷനോ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഒരുപക്ഷെ കോൺഫ്ലിക്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ US ബേസുകൾ നേരിടാൻ പോകുന്ന ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ കണക്കെടുത്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇറാൻ്റെ ഡ്രോണുകൾ, മിസൈൽ അറ്റാക്കുകളൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ ബേസുകളെയൊക്കെ തന്നെ തവിട് പൊടിയാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഡിവാലുവേഷൻ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാറാണ് നടത്തുന്നത്. എന്നുവെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് തന്നെ വളരെ ശക്തമായിട്ടുള്ള അവരുടെ മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടത്. അതായത് അവരെ സംബന്ധിച്ച് ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു അവസരം അവർക്ക് ലഭിക്കത്തില്ല. കാരണം ഈ അമേരിക്കയുടെ ഗൾഫിലുള്ള പ്രസൻസ് അത് തുടരണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് അവലോകനം ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ക്രൂഷ്യലായിട്ടുള്ള തീരുമാനമെടുക്കുവാൻ ഇതുപോലുള്ളൊരു അവസരം അവർക്ക് ലഭിക്കത്തില്ല എന്നാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാധ്യമമായിട്ടുള്ള വാഷിങ്ടൺ പോസ്റ്റ് പോലും ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ അമേരിക്ക ഓൾറെഡി റിപ്പോർട്ടുകൾ പറയുന്നത് യുദ്ധത്തിന് മുമ്പ് അവരുടെ എയർബേസുകൾ എങ്ങനെയായിരുന്നോ എന്നുവെച്ചാൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എയർബേസുകൾ ഒന്നും ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു, നമുക്കറിയാം. അപ്പോൾ യുദ്ധത്തിന് ശേഷം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. അപ്പോൾ പ്രീ വാർ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ യുദ്ധത്തിന് മുമ്പുള്ള സ്റ്റാറ്റസിലേക്ക്, അല്ലെങ്കിൽ അതിനെ ഒന്ന് റീബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യാനോ അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ബേസുകളൊക്കെ തന്നെ അവിടുന്ന് അവർ ഉപേക്ഷിച്ചിട്ട് മറ്റേതെങ്കിലും ഭാഗത്തുനിന്ന് മറ്റ് ഗൾഫിനെ അവർ മാറ്റി, ഗൾഫിൽ നിന്നും മാറ്റി മറ്റ് ഏതെങ്കിലും രാജ്യത്തേക്ക്. ഇപ്പം സൗദിനകത്തിലെ സൗദി ഒരു വലിയ രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ജിയോഗ്രഫി ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇറാൻ്റെ ഏറ്റവും എന്നാലും നമുക്കറിയാം ലോങ് റേഞ്ച് മിസൈൽസും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇറാൻ്റെ മിസൈൽ റേഞ്ചിന് ഉള്ളിൽ വരുന്നതാണ് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എന്ന് പറയുന്നത് ഈ ജിയോഗ്രഫി എല്ലാം തരുന്നത്. എന്നാലും സൗദി ഒരു വലിയ രാജ്യമാണ്. UAE, ഖത്തർ, കുവൈറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അവരുടെ അമേരിക്കയുടെ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഇപ്പോൾ ഉള്ള ഒഫീഷ്യൽസും നേരത്തെ ഉള്ള എക്സ് ഒഫീഷ്യൽസ് നമുക്ക് പറയാൻ പറ്റുന്ന അവരെല്ലാം തന്നെ ഇതിനെ വളരെ കാര്യമായിട്ടാണ് ഈ പറഞ്ഞ ഇപ്പോൾ അവരുടെ ഫോർമർ CIA ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സെൻകോമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽസും ഒക്കെ തന്നെ ഈ ഒരു നിലപാടിലാണ്. കാരണം ഇനി നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട ബേസുകൾ റീകൺസ്ട്രക്ട് ചെയ്യാനോ റീഒക്കുപ്പൈ ചെയ്യാനോ ഒന്നും അമേരിക്ക തയ്യാറാകരുത്, അല്ലെങ്കിൽ അമേരിക്ക അതിന് തയ്യാറാകത്തില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിനകത്തിൽ ഈ ഗൾഫിൽ നിന്ന് അവർ മാറ്റിക്കഴിഞ്ഞാൽ, ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഈ എയർബേസുകൾ അവർ മാറ്റിക്കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി അത് ഇസ്രയേലിലേക്ക് അത് റീലൊക്കേറ്റ് ചെയ്യണമെന്നാണ് പലരുടെയും അഭിപ്രായം. അതുപോലെ തന്നെ മറ്റ് ഈ പറഞ്ഞ ഗൾഫ് അല്ലാത്ത മറ്റ് രാജ്യങ്ങളിൽ എന്നുവെച്ചാൽ ഈ UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് ഇതുപോലുള്ള രാജ്യങ്ങളല്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റി സ്ഥാപിക്കണം, റീലൊക്കേറ്റ് ചെയ്യണമെന്നാണ് പൊതുവെ ഉയർന്നു വരുന്നവരുടെ. എന്നുവെച്ചാൽ ഇറാൻ്റെ മിസൈൽ, ഡ്രോൺ ഇതിൻ്റെയൊക്കെ പരിധിക്ക് പുറത്ത്, അല്ലെങ്കിൽ അത്രയ്ക്ക് പെട്ടെന്ന് ഇറാന് വളരെ നിസ്സാരമായിട്ട് ആക്രമിക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും ഒരു റീജിയനിലേക്ക് അല്ലെങ്കിൽ ലൊക്കേഷനിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്തിലെ ഏറ്റവും ലോജിക്കലായിട്ടുള്ള കാര്യം തന്നെ ഇപ്പം ഖത്തറിലാണല്ലോ സെൻകോമൻ്റ് അല്ലെങ്കിൽ സെൻട്രൽ കമാൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇറാനുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം 100 മൈലിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പം ഇറാൻ്റെ ഏറ്റവും നമ്മളില്ല പറഞ്ഞ ഈ കീഴിൽ എന്നുവെച്ചാൽ നിസ്സാരമായിട്ട് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ നമുക്കൊരു സ്റ്റോൺ ത്രോ എന്നൊക്കെ പറയത്തില്ലേ, അത്രയ്ക്ക് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഡ്രോണിനും മിസൈലിനും ഒക്കെ തന്നെ 100 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയ്ക്ക് അടുത്തുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഇതുപോലൊരു കമാൻഡിങ് ഹെഡ് ക്വാർട്ടർ ഇറാൻ്റെ ഈ ആക്രമണ പരിധിക്ക് തൊട്ടടുത്ത് കൊണ്ട് സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലല്ലാതെ അത്രയും പെട്ടെന്ന് അവിടുന്ന് നീക്കം ചെയ്യുകയാണ് നല്ലത്. പക്ഷേ അമേരിക്ക നമുക്കറിയാം തീർച്ചയായിട്ടും ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്ക ഇസ്രായേലും തമ്മിൽ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താണ് പറയുന്നത് അതിന് എന്നുവെച്ചാൽ വെനിസ്വേലയിലൊക്കെ അത് നടത്തില്ലേ, പെട്ടെന്ന് പോയിട്ടുള്ളൊരു കമാൻഡ് ഓപ്പറേഷൻ നടത്തിയിട്ട് കാര്യം സാധിച്ചിട്ട് അത് ആ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അവിടെ കൊണ്ട് പണി പാളി. അങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ യുദ്ധം വളരെ ലോങ് ഡ്രോൺ ഔട്ട് ആയതും ശക്തമായിട്ടുള്ള ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള
കൗണ്ടർ ഒഫൻസീവും കൗണ്ടർ അറ്റാക്കും ഒക്കെ തന്നെ നേരിടേണ്ടി വന്നത് അമേരിക്കയ്ക്കും മറ്റ് ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഖത്തറിലുള്ള ഈ പറഞ്ഞ 100 മൈലിൽ മാത്രം ഡിസ്റ്റൻസ് ഉള്ള സെൻട്രൽ കമാൻഡൊക്കെ തന്നെ ഇനിയും മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അമേരിക്ക മുമ്പിലുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുണ്ടാകുന്ന ഫ്യൂച്ചർ കോൺഫ്ലിക്റ്റിൽ ഈ പറഞ്ഞ ക്രൂഷ്യലായിട്ടുള്ള മിലിറ്ററി ബേസസും ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ തന്നെ കമാൻഡിങ് ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ തന്നെ ഇറാൻ്റെ മിസൈലും ഡ്രോണുകളൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ ഒരു ഒരു റീതിങ്കിങ് ഇതിനെക്കുറിച്ച്. കാരണം ഇനി അവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ബേസുകളൊന്നും അത് കണ്ടിന്യൂ ചെയ്യാനോ റീഓക്കുപ്പൈ ചെയ്യാനോ അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാനോ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അമേരിക്ക പണ്ട് കോൾഡ് വാർ ടൈമിൽ സോവിയറ്റ് യൂണിയൻ്റെ ഈ പറഞ്ഞ, കാരണം അന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആയിരുന്നല്ലോ ശരിക്കും 2 ചേരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സോവിയറ്റ് യൂണിയൻ്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വ്യാപനം തടയുവാനും അല്ലെങ്കിൽ ഓയിൽ റിച്ച് ആയിട്ടുള്ള ഈ രാജ്യങ്ങളെയൊക്കെ ടേക്ക് ഓവർ ചെയ്യുന്നു, ഇൻവേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പരത്തിക്കുന്ന ആ ഭീതി, അപ്പം അതിൽ നിന്നും സോവിയറ്റ് യൂണിയനെ പ്രതിരോധിക്കുവാനും തടയുവാനും വേണ്ടിയാണ് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ അവർ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ബേസുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എല്ലായിടും പണ്ട് കോൾഡ് വാർ ടൈമിൽ അങ്ങനെ ആയിരുന്നല്ലോ തീർച്ചയായിട്ടും. അമേരിക്കൻ ക്യാമ്പിനുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ കോൾഡ് വാർ ടൈമിലൊക്കെ അമേരിക്കൻ ക്യാമ്പിലുള്ള രാജ്യമായിരുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ. അപ്പോൾ അവിടെയുള്ള മിലിറ്ററി ബേസുകൾ അന്ന് അമേരിക്ക സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ ആയുധങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് മിലിറ്ററി സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പക്കൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള അറ്റാക്കുകൾ, ആക്രമണങ്ങൾ തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്നും പറഞ്ഞായിരുന്നു ഒരു കുറേ ദശാബ്ദങ്ങളായിട്ട്. പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുന്ന 1989-90 കാലഘട്ടം വരെ ഇതായിരുന്നു അമേരിക്കയുടെ പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ സോവിയറ്റ് യൂണിയൻ പോയി, കമ്മ്യൂണിസത്തിൻ്റെ ത്രെട്ടില്ല. പിന്നെ അതിനുശേഷമാണ് പിന്നെ ഇസ്ലാമിക് ടെറർ എന്നും പറഞ്ഞിട്ട് പിന്നീടുള്ള അടുത്ത ജിയോ പൊളിറ്റിക്കൽ ഒരു ഫേസ് വരിക. ഇപ്പം നമ്മളതിനെക്കുറിച്ച് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് പിന്നീട് ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഇപ്പോൾ ഇറാൻ, ഈ പറഞ്ഞ രാജ്യങ്ങൾ ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അമേരിക്ക ഈ യുദ്ധം ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇറാഖ് സദാം ഹുസൈൻ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനാണ്, പിന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനാണ്, അല്ലെങ്കിൽ അൽഖ്വയ്ദയാണ് മറ്റേ ഈ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ പിന്നിലുള്ളതെന്നും പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ ഇൻവേഡ് ചെയ്തു. പിന്നീട് ഇപ്പോൾ ഇറാനെ അവർ ഈ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ബേസുകളുടെ എല്ലാം ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അമേരിക്കയുടെ ഇൻട്രസ്റ്റിനെ മിഡിൽ ഈസ്റ്റിലെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ബേസുകളെല്ലാം കൊണ്ട് അവിടെ സ്ഥാപിച്ചത്. അല്ല ഈ രാജ്യങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയല്ല. ഇപ്പോൾ UAE-യിലുള്ള അല്ലെങ്കിൽ ഖത്തറിലുള്ള, ബഹ്റൈനിൽ, സൗദി, ഇവിടെല്ലാം അമേരിക്ക എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുണ്ടാക്കിയിട്ടുള്ള മിലിറ്ററി ബേസുകൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എനിമീസ്, അത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്ക, അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വമുള്ള വെസ്റ്റ് ആംഗ്ലോ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നൊക്കെ പറയുന്നത്, അവർ പറയുന്ന ശത്രുക്കൾ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ശത്രുക്കളെ നേരിടാൻ വേണ്ടി അത് കാലാകാലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. നേരത്തെ ഇറാഖായിരുന്നു, പിന്നീട് അഫ്ഗാനിസ്ഥാനായി, അല്ലെങ്കിൽ ഇറാനായിപ്പോൾ, ഇനിയിപ്പോൾ നാളെ നമുക്കറിയത്തില്ല ഏത് രാജ്യമായിരിക്കും നമുക്കറിയില്ല. അപ്പോൾ ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ മിലിറ്ററിലി നേരിടാൻ വേണ്ടി അവരെ അറ്റാക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താനും ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി അമേരിക്കയുടെ വശത്താക്കി അവിടുത്തെ റിസോഴ്സിൻ്റെ മുകളിൽ അവർക്ക് കൺട്രോളും ഇൻഫ്ലുവൻസും ഉണ്ടാക്കിയെടുക്കാനൊക്കെ തന്നെയാണ് ഈ മിലിറ്ററി ബേസുകളോട് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല സൗദിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഇപ്പോൾ അല്ലെങ്കിൽ UAE പ്രൊട്ടക്റ്റ് ചെയ്യാനോ. എന്നുവെച്ചാൽ UAE-ക്കും സൗദിക്ക് നേരിടുന്ന ആക്രമണത്തെ ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഹൂത്തീസ് അങ്ങനെ സൗദിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ UAE പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല, അമേരിക്കൻ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അവർ ഈ ബേസുകളെല്ലാം സ്ഥാപിച്ചതും. ഇപ്പോൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്സ്, എല്ലായിടത്തും ജിയോ പൊളിറ്റിക്സ് തന്നെ അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആദ്യാവസാനമായിട്ടുള്ള അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അമേരിക്കൻ ക്യാമ്പിലുള്ള പല രാജ്യങ്ങൾ കാണും. അമേരിക്കൻ ക്യാമ്പിന് എതിരായിട്ടുള്ള ഇപ്പം ഇറാൻ അല്ലെങ്കിൽ ചൈന, ഇപ്പോഴത്തെ റഷ്യ, നോർത്ത് കൊറിയ, യമനായ ഹൂത്തീസ് എസ്പെഷ്യലി, പിന്നെ അങ്ങനെ പല രാജ്യങ്ങളും അമേരിക്കൻ ക്യാമ്പിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ ക്യാമ്പിനോട് യോജിക്കാത്ത പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരാണ് ഇപ്പോൾ അമേരിക്കയുടെ കണ്ണിൽ ശത്രുക്കൾ, അമേരിക്കയുടെ ശത്രുക്കൾ. നേരത്തെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അപ്പോൾ കാലാകാലങ്ങൾ അവർ ഗോൾ പോസ്റ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അമേരിക്കയുടെ എനിമീസിനെ അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ അമേരിക്കയുടെ ഇൻട്രസ്റ്റിനല്ല എന്നും ഒരേ ഇൻട്രസ്റ്റ് മാത്രമാണ്. കാരണം ഈ എൻ്റെ ഗ്ലോബിൻ്റെ മുകളിൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കുക, ഗ്ലോബൽ റിസോഴ്സും അല്ലെങ്കിൽ
ഈ പറഞ്ഞ ഓയിൽ, ഗ്യാസ് അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട റിസോഴ്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വിഭവങ്ങളുടെ മുകളിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഉള്ള സ്വാധീനവും നിയന്ത്രണവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അമേരിക്ക എപ്പോഴും അവരുടെ ജിയോ പൊളിറ്റിക്സ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് അവരവരുടെ മിലിറ്ററിയെ ഈ വിദേശത്ത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. പല രാജ്യങ്ങളിലെ ബേസുകൾ, ഇപ്പോൾ ജപ്പാനിലെ ബേസുണ്ട്, അല്ലെങ്കിൽ സൗത്ത് കൊറിയ കാണും, ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലെ, മിഡിൽ ഈസ്റ്റിലെ മറ്റ് പല രാജ്യങ്ങളിലെ, ജോർദാൻ, ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യങ്ങൾ, ഇറാഖിലുണ്ട്, സിറിയയിലുണ്ട്. അപ്പം അങ്ങനെ പല രാജ്യങ്ങളിലും, അല്ലെങ്കിൽ വെനസ്വേലയിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ വെസ്റ്റേൺ ഇപ്പം നേറ്റോയിലെ ഇപ്പം ജർമ്മനിയിൽ, അല്ലെങ്കിൽ മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളിൽ, ഇവിടെയൊക്കെ തന്നെ അമേരിക്ക ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് സഖ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നേറ്റോ എന്ന് പറയുന്ന സഖ്യം തന്നെ ആംഗ്ലോ അമേരിക്കൻ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ്, അല്ലാതെ ഈ പറഞ്ഞ രാജ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇത്രയൊക്കെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാനിൽ നിന്നും ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ നേരിട്ടിട്ടും അമേരിക്കയ്ക്ക് ഇഫക്റ്റീവായിട്ട് ഈ രാജ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ആ ഒരു സ്ട്രാറ്റജി ഇപ്പം പ്രസൻറ്റ് വേൾഡിലെ റിയാലിറ്റിയുമായിട്ട് മാച്ച് ചെയ്യുന്നതല്ല. കാരണം തിരിച്ചറിവുകൾ അമേരിക്കയ്ക്ക് കിട്ടിത്തുടങ്ങി എന്നുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് അമേരിക്ക ഇപ്പോൾ ഈ ഒരു തിങ്കിങ്. എന്നുവെച്ചാൽ ഇനിയും ഗൾഫിലെ ഈ പറഞ്ഞ മേഖലകളിൽ അമേരിക്കൻ ബേസസ് വേണ്ട, അല്ലെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അമേരിക്ക ഗൾഫിൽ നിന്നും അവരുടെ ട്രൂപ്സിനെയും അതുപോലെ തന്നെ അവരുടെ ബേസിനെയൊക്കെ തന്നെ മാറ്റി ഇസ്രായേൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അത്യാവശ്യമാണ്. അത്യാവശ്യമല്ല, വളരെ എന്താണ് പറയുന്നത്, അമേരിക്കയെ സംബന്ധിച്ച് ഇനിയും അത് ഈ ഒരു പോളിസിയുമായിട്ട് അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്കറിയാം യുദ്ധ സമയത്ത് ഈ പറഞ്ഞ ബഹ്റിനെ ഞാൻ മുമ്പ് പറഞ്ഞു വിട്ടു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എല്ലാം വേറെ ചെറിയ രാജ്യങ്ങളാണ്. ഇറാൻ്റെ വായിലാണ് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം നിന്നത്. കാരണം ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇറാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഫയർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചെറിയ രാജ്യങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ത്രട്ടണിങ് ആയിട്ടുള്ളൊരവസ്ഥയാണ് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചും. ഈ രാജ്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം യുദ്ധം ഉണ്ടായി വളരെ ചുരുക്കം ദിവസങ്ങളിൽ തന്നെ അവർ അമേരിക്കയ്ക്കെതിരെ എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. കാരണം ബഹ്റിനെ പോലെ, ഖത്തറിനെ പോലെ, അല്ലെങ്കിൽ ഈവൻ കുവൈറ്റിനെ പോലെ രാജ്യമൊക്കെ തന്നെ ഇറാൻ്റെ ശക്തമായിട്ടുള്ള മിസൈൽ ഡ്രോൺ അറ്റാക്കുകൾക്ക് വിധേയമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെയൊക്കെ എക്സിസ്റ്റൻസ് തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ്. സൗദി അല്പം വലിയ രാജ്യമാണ്. UAEയും ഈ പറഞ്ഞ രാജ്യങ്ങളെ സംബന്ധിച്ച് അപേക്ഷിച്ച് വലിയ രാജ്യമാണ്. എന്നാൽ തന്നെയും നമുക്കറിയാം വൈറ്റലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറെല്ലാം തന്നെ അവർക്ക് ഇപ്പോൾ ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ ചൈനയെ പോലെ അമേരിക്കയെ പോലെ വലിയ രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്കുള്ള അഡ്വാൻറ്റേജസ് ഒന്നും ഈ പറഞ്ഞ രാജ്യങ്ങൾക്കില്ല. കാരണം അവരുടെയൊക്കെ വൈറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നാൽ ഈ പറഞ്ഞ അവരുടെ എനിമി എന്ന് പറയുന്ന ഇറാൻ്റെ അല്ലെങ്കിൽ ഏത് ഇസ്രായേൽ ആയിക്കോട്ടെ നാളെ ഈ പറഞ്ഞ രാജ്യങ്ങളിലെയൊക്കെ തന്നെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വിസിനിറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ സുപ്പീരിയർ ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, പേട്രിയോട്ട് ഉണ്ട്, താഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരു മിസൈലോ ഡ്രോണോ ഈ സിസ്റ്റത്തെ പെനിട്രേറ്റ് ചെയ്ത് വന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഇറാൻ അല്ലെങ്കിൽ ഹൂത്തികളും ഒക്കെ തന്നെ ഫയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിലെ ഒരു 10% അല്ലെങ്കിൽ 5% ഈ പറഞ്ഞ ഡ്രോൺസിനും മിസൈൽസിനും ഈ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കി വെക്കുന്ന നാശനഷ്ടങ്ങൾ, ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാസീവായിരിക്കും. അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും ഈ രാജ്യങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ അത് ഓൾറെഡി ഈ രാജ്യങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു. UAE പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഫേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും അമേരിക്കൻ ബേസസ് അവിടെ നിലനിർത്തുക എന്നുള്ളത് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചും വളരെ എന്താണ് പറയുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് നമുക്കറിയാം ബഹ്റിനിലാണ് അവരുടെ 5th ഫ്ലീറ്റ്, അമേരിക്കയുടെ 5th ഫ്ലീറ്റ് നേവൽ, അവർക്കാകെ 7 ഫ്ലീറ്റാണ്. ലോകത്തിലാകെ ഇത്രയും ഫ്ലീറ്റുള്ള ഇത്രയും മാസീവായിട്ടുള്ള നേവി അമേരിക്ക മാത്രമേ ഉള്ളൂ. മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഒരു ഫ്ലീറ്റ് പോലും കഷ്ടിച്ചില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ 5th ഫ്ലീറ്റിൻ്റെ ഹെഡ് ക്വാർട്ടറാണ് ബഹ്റിനിൽ. അപ്പോൾ അതൊക്കെ ഇറാൻ അടിച്ച് തകർത്ത് തരിപ്പണമായി കളഞ്ഞു. ഇനിയിപ്പോൾ അവർക്കത് റീബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വളരെ കോസ്റ്റ്ലിയാണ്, അത് വയബിളും അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഖത്തറിൽ സെൻകോം എന്നുള്ള സെൻട്രൽ കമാൻഡ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതുപോലെ കുവൈറ്റിലും UAEയിലും ഒക്കെ തന്നെയുള്ള അവരുടെ എയർബേസും എല്ലാം തന്നെ ഇറാൻ
പൾവറൈസ് ചെയ്ത് കഴിഞ്ഞു, എന്നുവെച്ചാൽ തവിട് പൊടിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഈ ബേസുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു ലോജിക്കലായിട്ടുള്ളൊരു തീരുമാനമായിരിക്കത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് വളരെ വൾണറബിൾ. കാരണം ചെറിയ രാജ്യങ്ങളാണ്, വളരെ പൊട്ടുപോലുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും ഇതൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു മൊമെൻ്റാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരുപക്ഷെ ഈ സമീപഭാവിയിൽ തന്നെ അമേരിക്ക ഗൾഫിൽ നിന്നും അവരുടെ ബേസുകളെല്ലാം മാറ്റി റീലൊക്കേറ്റ് ചെയ്തൊന്ന് ഇസ്രായേലിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ തന്നെ അതിനെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. അത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ തന്നെ, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ അതിൻ്റെ ചർച്ചകൾ അല്ലെങ്കിൽ എന്താണ് പറയുക അതിനെക്കുറിച്ചുള്ള കൂലങ്കഷമായിട്ടുള്ള ഈ ചർച്ചകൾ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കലിൻ്റെ വഴിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്ക് നമുക്ക് നാളെ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.